സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതൊരു വീഡിയോ കണ്ടിട്ട് കുറേ ദിവസമായി. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു. ഒരു പനി വന്ന് നശിപ്പിച്ച് നാശമാക്കി എന്നെ. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും മെസ്സേജ് ഒക്കെ ചോദിച്ചായിരുന്നു, എങ്ങനെയുണ്ട് പനി എന്നൊക്കെ, എന്താ വീഡിയോ ഇടാത്തതൊക്കെ ചോദിച്ചായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, തിരക്കാനെങ്കിലും ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ഒരു മഹാ വ്യക്തിത്വത്തിനെ കുറിച്ചാണ്. അത് തന്നെ. ഇതെന്ന് വെച്ചാൽ ആക്ടിങ്ങിനെ പിടിച്ച് കുലുക്കിയ ആളാ. ക്യൂട്ട്നെസ് വാരിയെടുത്തു. പിന്നെ ഡാൻസ് എന്ന് വെച്ചാൽ അങ്ങേ അറ്റവാ. ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റിയാണ്. ആരാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം എന്നൊന്നും പറയാനൊക്കത്തില്ല, രേണുസുതി. അപ്പൊ പുള്ളിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് വിവരക്കേട് കാണിച്ചുകൊണ്ടിരുന്നത് വീഡിയോ ചെയ്തോണ്ട്. പക്ഷെ ഇപ്പൊ ഇച്ചിരി വലിയ വിവരക്കേട് കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ എല്ലാവരും ആഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്ക് പെട്ടെന്ന് തന്നെ 10K ആക്കിത്താ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അലിൻജോസ് പെരേറ. അലിൻജോസ് പെരേറ ഇനി എന്താണ് പറയാനുള്ളത്? സൂപ്പർ എന്ന് പറയാൻ പറ്റുന്നാലും അലിൻജോസ് പെരേറ എന്ന് വെച്ചാൽ രേണു ചേച്ചി എന്ന് വെച്ചാൽ അങ്ങ് ജീവൻ. സൂപ്പർ എന്ന് പറയാൻ പറ്റുന്നാലും തരക്കേടില്ല. അഭിനയം കണ്ട് നമ്മളെയൊക്കെ പെടലി ഒഴുക്കി. നമ്മളൊക്കെ പിന്നെ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഇവരൊക്കെ എന്ന് വെച്ചാൽ സെലിബ്രിറ്റീസാ. VKC വിവരക്കേടിന്റെ സെലിബ്രിറ്റീസ്. എന്താ പാട്ടാടാ? ആ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയ വീഡിയോ ഒന്നും ചെയ്യില്ലേ? വണ്ടി പോലും നേരെ പൊക്കാൻ അറിയാത്ത ആ പാട്ട് പാടി ആരെങ്കിലും ഈ ഒരു വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് തല തല്ലിയിരുന്ന് ചാവും. അല്ല എന്തോ ചെയ്യാന്. ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നത്? ചുമ്മാ റീലിടാൻ വേണ്ടി ഷൂട്ട് ചെയ്തതാണോ? മെഴുകോ ക്യൂട്ട്നെസ് എന്ന് വെച്ചാൽ മാരി അങ്ങ് എറിയോ അങ്ങ്. ഇവന്റെ നാല് ആ വണ്ടി ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ആ വണ്ടിയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. ആകെ ആ വീഡിയോക്കകത്ത് നല്ലതായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ വണ്ടി മാത്രമേ ഉള്ളൂ. ചേട്ടാ 3 സെലിബ്രിറ്റീസ് ഒരുമിച്ചുണ്ട്. 3 ഒരു കൊണക്കിയില്ലേ? ഒരേട്ടായുടെ ദേഹത്തോട്ടെ വന്ന് മുട്ടുന്നുള്ളു, മറ്റേ ഏട്ടായുടെ ദേഹത്ത് വന്ന് മുട്ടുന്നില്ല. ഇനി എന്തുവാ സംഭവിക്കാൻ പോന്നെ? ഈ 3 എടുത്തെന്ന് അപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓക്കെയാ. 3 വഴിക്ക്, പാട്ട് വേറെ വഴിക്ക്. കൊല്ലാൻ നോക്കുന്നോ? ഷൂട്ടിംഗ് ആയിരുന്നല്ലേ, ഷൂട്ടിംഗ്. എന്ത് നമ്മളെ ചേച്ചി എന്ത് അവിടെ ഇരിക്കും ഉണ്ടായിരുന്നു. ഏട്ടായി വന്നല്ലോ. ഇതൊക്കെ ഇപ്പൊ റീലിനകത്തുള്ളതാണ്. ഇപ്പൊ ഇൻസ്റ്റ ഒന്ന് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ കയറിങ്ങി വന്ന് കെട്ടി തൂങ്ങി ഞങ്ങളൊക്കെ അങ്ങ് ചാവാം. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാണ്ടി ഭേദം അത് തന്നെ. അവനെന്തോടാ ചെവി ഒന്ന് പറയുന്നത്? ഇത് സംഭവം എന്ന് വെച്ചാൽ അലിൻജോസ് പെരേറ മറ്റവരെ ചെവി പോയി അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്തോ കോമഡി അങ്ങോട്ടാ പറഞ്ഞു തൊട്ട് അവനാണ് ഈ പൊട്ടി അങ്ങ് ചിരിക്കാനങ്ങ് തുടങ്ങി. അപ്പത്തേക്കും നമ്മുടെ അപ്പുറത്തെ രേണു ചേച്ചിയും കൂടെ അങ്ങ് പൊട്ടി അങ്ങ് ചിരിക്കാനങ്ങ് തുടങ്ങി. ആ പറയുന്ന വല്ലതും കേട്ടായിരുന്നു ഇത്ര അങ്ങ് പൊട്ടി അങ്ങ് ചിരിക്കാൻ വേണ്ടി. എന്നാലും ചേച്ചിക്ക് ക്യൂട്ട്നെസ് വിട്ട് കളിയൊന്നുമില്ല. ക്യൂട്ട്നെസ് വെച്ചാൽ വാരി അങ്ങ് എറിയുമായിരുന്നു. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ ആദ്യമേ പറഞ്ഞാൽ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കുടുംബശ്രീ അമ്മച്ചി വരെ പറയും ഇതിനെക്കാട്ടി ഭേദം ഞങ്ങള് തന്നെയാണ്. ഇവനെ അഭിനയം പഠിപ്പിക്കാൻ പോകണോ? പറ്റിയ ആളെയാ പഠിപ്പിക്കുന്നത്. ഏണേന്ന് പറഞ്ഞ കോണേന്ന് കാണിക്കുന്നത്. അവിടെ ചെറിയൊരു പായലുണ്ടായിരുന്നു. ഇവൻ തെന്നിയടിച്ചു വീടുന്നൊന്നും കാണണ്ടായിരുന്നു. ഓരോ വിവരക്കേടൊക്കെ കണ്ടിട്ട് എനിക്ക് മേല് വരിക്കുന്നു. എന്തായാലും അവൻ രാവിലെ തൊട്ട് രാത്രി വരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് എന്തായാലും പഠിച്ചെടുക്കും. റീൽ എടുക്കണ്ടായോ? പിന്നെ അടുത്ത ദിവസം ഇവൻ ആ സ്റ്റെപ്പ് എല്ലാം കളിച്ചൊരു റീൽ തന്നെ ഇവൻ അപ്ലോഡ് ചെയ്യും വിത്ത് വിവരക്കേട്. ദേണ്ട രണ്ടുപേരും ഒരേ സ്ക്രീനിൽ വന്നു. ഇതെന്തോ ശരിക്കും ഇതിന് വയ്യാത്തയാണ്. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ആൾക്കാരൊക്കെ വല്ല പ്രാന്താണ് വല്ല പറയത്തുള്ളൂ. അറിഞ്ഞോണ്ട് പൊട്ടനാവേ അറിയാതെ പൊട്ടനാവൻ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ഇവൻ ശരിക്കും പൊട്ടനാ. ദേണ്ട പെരേര എടുത്തിട്ട് കറക്കുന്നു. താഴെ ഒന്നും ഇടല്ലേടാ. തങ്കക്കുടം. ബാക്കി നിൽക്കുന്ന ഏട്ടായിയുടെ കെയറിങ് കണ്ടോ? അവന്റെ സ്വന്തം കാര്യം പോലും അവൻ ഇത്ര നല്ലതായിട്ട് നോക്കി കാണത്തില്ല. അലിൻജോസ് പുള്ളിക്കാരി എടുത്തിട്ട് കറക്കാൻ തുടങ്ങിയപ്പോഴും അപ്പുറത്ത് നിന്ന് ഏട്ടായിക്ക് നെഞ്ചത്ത് പേരെ എടുക്കാൻ തുടങ്ങിയതാ. അഥവാ പുള്ളിക്കാരി അങ്ങനെ താഴെ വീണ് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്തോ ചെയ്യും? ഏട്ടായിക്ക് സഹിക്കുവോ? ഇവർക്ക് ഒറ്റയ്ക്കൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. അവന്റെ നെഞ്ചത്തോട്ട് തന്നെ പോയി കിടക്കണോ? എന്തായാലും കൊള്ളാം. ഇതല്ല ഇതിന്റെ അപ്പുറമൊക്കെ നിങ്ങളൊക്കെ ഇരുന്ന് കാണിക്കും. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് വല്ല സൗണ്ടും അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. ഈ നശിച്ച മഴ ഞാൻ എപ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും വന്നോളൂ അങ്ങ്. എന്തോ നാശമൊക്കെ ഇത്.
അടുത്താരാ ഓ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്. ഓ കൊള്ളാം, പൊളിക്കുക രണ്ടുപേരും പൊളിക്കുക റീലിനകത്ത്. ഇത് ഇടയ്ക്ക് ട്രെൻഡായ സാധനമില്ലേ ഇത്? ഈ ഡാൻസ് പാട്ട് ഇടയ്ക്ക് റീൽസിനകത്ത് ട്രെൻഡായിട്ടൊന്ന് വന്നായിരുന്നു. ഇവരുടെ ഇതുകൊണ്ട് ഈ ട്രെൻഡ് അങ്ങ് അവസാനിച്ച്. ഇതെന്തു ഓ എന്തുവാണ് ഇത്ര ക്യൂട്ട്നെസ് വാരി എറിയേണ്ട വലിയ ആവശ്യമുണ്ടോ? നോർമലായിട്ട് ക്യൂട്ട് എക്സ്പ്രഷൻ വലിയ വീടുവാണെങ്കിൽ നമുക്ക് പോട്ടേന്ന് വെക്കാം. പക്ഷേ ഈ ഒരു പുള്ളിക്കാരിയാണെങ്കിൽ നമുക്ക് അതുപോലും സഹിക്കാൻ ഒക്കത്തില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഹൈപ്പിലെ ക്യൂട്ട്നെസ് പിടിക്കത്തുള്ളൂ. രേണുസുതി ഒഫീഷ്യലാണ്. രേണുസുതി നടിച്ചു കൊടുക്കുക. രേണുസുതിയുടെ സ്തുതിച്ചേട്ടന്റെ കൊല്ലം സ്തുതിച്ചേട്ടന്റെ പ്രൊഫൈലുള്ളതാണ് എന്റെ ഒറിജിനൽ ഇൻസ്റ്റാഡി. 307K സംതിങ് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഡി തുറക്കും. ആ 307K ഫോളോവേഴ്സിനകത്ത് എന്തായാലും ഞാനില്ല. നിങ്ങൾ അതിനകത്ത് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്തേക്കും, ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്ത്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുടെ കറങ്ങി അടിച്ച് കിടപ്പുണ്ട്. താഴെ എന്തായാലും ഞാൻ ഐഡിയ കൊടുക്കാം, എല്ലാവരും ചെന്ന് എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി, അതായത് നമ്മളെ റീച്ചൊക്കെ കുറഞ്ഞു വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കുറച്ച് റീച്ച് ആക്കി തരണം. പിന്നെ അടുത്ത പാർട്ടി വേണമെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് 10K എന്തായാലും ഒന്ന് ആക്കി തരണം. കഷ്ടമുണ്ട്, പ്ലീസ് എല്ലാവരും ആക്കി തരണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.